തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ നിന്നും ഉണ്ടാകുന്ന മറ്റൊരു വാർത്ത CPI നേതാവിനെതിരെ പോക്സോ കേസ് എന്നതാണ്. തിരുവനന്തപുരം അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു ബാബുവിന് എതിരെയാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തത്. വിഴിഞ്ഞം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞം മുല്ലൂരിലുള്ള വീട്ടിൽ വെച്ച് വിഷ്ണു ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചുവെന്നാണ് ഇവരുടെ പരാതി. ഡാൻ കുര്യൻ ചേർന്നു. രാവിലെ ഡാൻ തന്നെയാണ് പ്രേക്ഷകരെ ഈ വാർത്ത ആദ്യം അറിയിച്ചത്. വലിയ പ്രധാനപ്പെട്ട ആക്ഷേപം ആ കുടുംബത്തിൻ്റെ ഭാഗത്ത്, വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഈ വാർത്ത വന്നതിന് ശേഷം ഇതുവരെ ഉണ്ടായ നടപടികൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം, ഒപ്പം വിഷ്ണുവിനെതിരെ സംഘടനാതലത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? സജിത്ത്, വിഷ്ണു ബാബു ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിന്റെ അന്വേഷണം വിഷ്ണുവിന് വേണ്ടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ വിഷ്ണുവിനെ പിടികൂടണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചപ്പോൾ നിർദ്ദേശം നൽകിയത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹത്തിനാണ് വിഷ്ണുവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ വിഷ്ണു ഇപ്പോഴും ഒളിവിലാണ് എന്ന വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. വൈകാതെ പിടിയിലാകും. ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി രഹസ്യമായി പോലീസിന് മൊഴി നൽകിയത്. അതോടൊപ്പം തന്നെ പരാതിയായി എഴുതി നൽകുകയും ചെയ്യുകയായിരുന്നു സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായ കുട്ടിക്ക് ഈ സംഭവം ഉണ്ടാകുമ്പോൾ 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ പെൺകുട്ടിയുടെ സഹോദരനും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. ഈ സഹോദരനെ സ്കൂളിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കിയിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു. ആ നടപടി പിൻവലിപ്പിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പാർട്ടിയിൽ സ്വാധീനമുള്ള CPIയുടെ ലോക്കൽ സെക്രട്ടറി കൂടിയായ, അമ്പലത്തറയിലെ ലോക്കൽ സെക്രട്ടറി കൂടിയായ വിഷ്ണു ബാബുവിനെ ഈ കുടുംബം, അതായത് പെൺകുട്ടിയും മാതാവും സമീപിക്കുന്നത്. പിന്നീട് ഈ പെൺകുട്ടിയുടെ മാതാവുമായി വിഷ്ണു ബാബു അടുപ്പത്തിലായി. ആ അടുപ്പം ഒരു പരിധി കഴിഞ്ഞ് അങ്ങ് വീട്ടിലേക്ക് എല്ലാ ദിവസവും വരികയും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ വരെ ഇടപെടുന്ന തരത്തിലേക്ക്, കുടുംബത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും ലഭിക്കുന്ന തരത്തിലേക്ക് അങ്ങ് മാറി. അത് അവിടെ കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ തിരുവോണത്തിന് തൊട്ട് പിറ്റേ ദിവസം വൈകിട്ട് വിഷ്ണു ബാബു ഈ വിഴിഞ്ഞം മുല്ലൂരിലുള്ള പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങളുമൊത്ത് മദ്യപിച്ചു. അതിനുശേഷം കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഈ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് വിഴിഞ്ഞം പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ വിഷ്ണു ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ. പക്ഷേ പാർട്ടി തലത്തിൽ ഏത് തരത്തിലായിരിക്കും വിഷ്ണു ബാബുവിനെതിരെ തുടർ നടപടികൾ ഉണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിഷ്ണു ബാബുവിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അന്വേഷണ സംഘം കൃത്യമായ നീക്കം നടത്തുന്നു. ഒപ്പം സംഘടനാതലത്തിനും വിഷ്ണുവിനെതിരെ നടപടി ഉണ്ടാവും. രാവിലെ ന്യൂസ് 18 ബ്രേക്ക് ചെയ്ത വാർത്തയാണ് പ്രേക്ഷകരിൽ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി എത്തിയത്.